ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നവധാ ഭക്തിയിൽ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഭക്തിയുടെ ഏറ്റവും ഉത്തമമായ ഭാവമായ ആത്മനിവേദനത്തിലേക്ക് ആരെത്തി? തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന ആ തലത്തിലേക്ക് ആ ഭക്തൻ ഉയർന്നു, തന്റെ സർവ്വ അഹങ്കാരങ്ങളെയും കളഞ്ഞു. അതാണ് തത്വം. തന്നെ ഭഗവാന് സമർപ്പിച്ചു. ഇതാ ഭഗവാനെ മൂന്നാമത്തെ അടി എന്റെ ശിരസിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു. തൃതീയം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ മൂന്നാമത്തെ അടി തലയിൽ വെച്ചിട്ടില്ല. ഭഗവാൻ തലയിൽ ചവിട്ടിയതായിട്ട് ഭാഗവതത്തിൽ ഒരു ശ്ലോകമില്ല. മൂന്നാമത്തെ അടി എന്റെ ശിരസിലേക്ക് വെച്ചോളൂ എന്ന് ബലി പറഞ്ഞിട്ടുണ്ട്, ശരിയാ. പക്ഷേ ഒരു ശാസ്ത്രത്തിലും തലയിൽ ചവിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പാതാളത്തിൽ എത്തിച്ചു വെച്ചാൽ തല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിക്കായിരുന്നു? മാത്രമല്ല മഹാപുരുഷന്മാരുടെയൊക്കെ പാദം കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കുക. പാദത്തിൽ നമ്മളൊക്കെ ആരെ മഹാത്മാ കണ്ട എവിടെയാ തൊഴുക? കാലിലല്ലേ. അതുകൊണ്ടാണ് ആ പാദം കൊണ്ട് എൻ്റെ ശിരസിൽ വെക്കൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സർവ്വതും ഭഗവാനെ നേടാൻ വേണ്ടി സകലതിനെയും ത്യജിച്ചു തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് ത്യാഗി എന്ന ബലി മഹാബലിയായത്. മഹാത്യാഗി എന്ന അർത്ഥത്തിൽ അവൻ മഹാബലിയായത്. ആ മഹാബലി നമുക്കൊക്കെ തന്ന സന്ദേശം എന്താണെന്നറിയോ? ഹേ സജ്ജനങ്ങളെ, നിങ്ങൾക്ക് നോക്കൂ, മനുഷ്യജന്മം ഈശ്വരഭാവത്തെ പ്രാപിക്കാനുള്ളതാണ്. ഈശ്വരനെ നേടാനുള്ളതാണ് മനുഷ്യജന്മം. ഈശ്വരനെ പ്രാപിക്കാനുള്ളതാണ് മനുഷ്യജന്മം. അല്ലാതെ ഈ ലോകത്തിലെ തുച്ഛങ്ങളായ സുഖവിഷയങ്ങളെ പ്രാപിക്കാനുള്ളതല്ല. അതുകൊണ്ട് എന്തിനെ കളഞ്ഞിട്ടാണെങ്കിലും, എന്തിനെ കൈയൊഴിഞ്ഞിട്ടാണെങ്കിലും, എന്തിനെ ത്യജിച്ചിട്ടാണെങ്കിലും ഭഗവാനെ കൈവടിയരുത് എന്ന് നമുക്ക് സ്വജീവിതം കൊണ്ട് നമുക്ക് മാതൃകയായ ആ ബലി നമ്മൾ എന്ത് ചെയ്യണോ? ഭഗവാനെ കളഞ്ഞിട്ട് ബലിയെ നമ്മൾ സ്വീകരിച്ചു. എന്തൊരു കഷ്ടം! ബലി നമുക്ക് തന്ന സന്ദേശം എന്താ? എന്തൊക്കെ കളയേണ്ടി വന്നാലും, ഭാര്യയാവട്ടെ, പുത്രനാവട്ടെ, ഭർത്താവട്ടെ, സന്താനമാവട്ടെ, സമ്പത്താവട്ടെ, പദവിയാവട്ടെ, എന്തൊക്കെ കളയേണ്ടി വന്നാലും സജ്ജനങ്ങളെ ഭഗവാനെ കളയരുതേ, മുറുകെ പിടിച്ചോളണം. ഭഗവാനാണ് നമുക്ക് പ്രമാണം, ഭഗവാനാണ് നമുക്ക് സമ്പത്ത്, അതല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഭഗവാനെ കളയരുതേ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് വഴികാട്ടിയായ ആ മഹാപുരുഷന്റെ പേരിൽ നമ്മൾ എന്തു ചെയ്തു? ഭഗവാനെ നമ്മൾ കളഞ്ഞു, നമ്മൾ ബലിയെ സ്വീകരിച്ചു. ബലി ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഓലമട്ടലോണ്ട് നമുക്ക് തരാട്ടി. അതെ, വാമന പൂജയാണ്. ആരാ വാമനൻ? നമ്മുടെ വീടുകളിലൊക്കെ ഒരു മണ്ണുകൊണ്ട് ഒരു 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 രൂപം ഉണ്ടാക്കി വെക്കാറുണ്ട്, മാവൊക്കെ കുഴച്ച് അലങ്കരിച്ചിട്ടൊക്കെ. എന്താ അതിൻ്റെ സങ്കല്പം? വാമനമൂർത്തി. ബലിയല്ല. ഇനിയെങ്കിലും ഈ വിവരക്കേട് ചെയ്യരുത് കേട്ടോ. ഒന്നുകൂടി നോക്കൂ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മഹാത്മാവ്, ജന്മയാമിഷനിലൊരു മഹാത്മാവ് അത് തിരുത്തി പറഞ്ഞു തന്നപ്പോഴേക്ക് ഈ കൂട്ടമായിട്ട് ആക്രമിക്കാന്ന് കേട്ടിട്ടില്ലേ? പത്രമാധ്യമങ്ങൾ മുഴുവൻ അതിനെ എതിർത്തു. മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കലാണെന്ന്. എന്ത്? വാമനെ കൊണ്ടുവന്നാലേ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതേതരത്വം എന്ന പൊള്ളയായ കപടമായ ഒരു വാക്കിന്റെ പേരിൽ അവനവന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കളഞ്ഞു കുളിക്കരുത്. ഈ മതേതരത്വം ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ? ആണോ? മതേതരത്വം ഹിന്ദുവിന് മാത്രം മതിയോ? ഒരു ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങളെ ഒരു ക്രിസ്ത്യാനി ക്ഷണിച്ചു. നിങ്ങൾ കുടുംബസമേതം പോണ സമയത്ത് ബൈബിളും ക്രിസ്തുവിനെയും കണ്ടപ്പോൾ നിങ്ങൾ പറയാണ്, അയ്യോ ഞങ്ങൾക്ക് ക്രിസ്തുവും ബൈബിളും ഞങ്ങൾക്ക് പ്രമാണം കേട്ടോ, നിങ്ങളത് മാറ്റി വെച്ചാൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ അവർ മാറ്റി വയ്ക്കുമോ? അവർ മാറ്റാൻ തയ്യാറാവുമോ? ഒരു മുസൽമാന്റെ പെരുന്നാളിന് നിങ്ങളെ ഭക്ഷണത്തിന് കഴിക്കാൻ വിളിക്കുമ്പോൾ അവിടെ ഖുറാനെ കണ്ടാൽ ആ ഖുറാൻ മാറ്റി വെച്ചാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ മാറ്റി വയ്ക്കുമോ? അവൻ അതിൽ അഭിമാനിക്കുന്നു, അവൻ അതിൽ വിശ്വസിക്കുന്നു. അസോസിയേഷൻകാരും ക്ലബുകളും ആഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇന്ന് തിരുവോണം ആഘോഷിക്കുക, ദേശീയ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ വാമനമൂർത്തിയുടെ ഒരു വിഗ്രഹം വെച്ചാൽ മറ്റവൻ വരില്ല എന്ന് പറയുമ്പോൾ ഇവൻ വാമനമൂർത്തിയെ എടുത്ത് എറിയ. നാണമില്ലാത്ത ഹിന്ദു. അവനോട് പറയണം, ഇത് ഞങ്ങളുടെ ആചരണ രീതിയാണ്, ഞങ്ങളുടെ ഉത്സവമാണ്, ഇതിനോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നോളൂ.
എന്നാൽ ക്രിസ്ത്യാനിക്കോ മുസൽമാനോ ഇതിലൊരു പരാതിയില്ല. പരാതി നമുക്കാ. അവിടെയാണ് വിഷമം. ഒരു മഹാത്മാവ്, ഇതിനെപ്പറ്റി അറിയുന്ന ഒരു മഹാത്മാവ് അധികമൊന്നും വിസ്തരിച്ചിട്ടില്ല ചിന്മയ മിഷനിൽ. ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവോണത്തിൻ്റെ തത്വം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേക്കും വട്ടം നിന്ന് അദ്ദേഹത്തെ കടിക്കുകയെന്ന് കേട്ടിട്ടില്ല. ഒരു പത്രത്തിൻ്റെ ഒരു പേജ് മുഴുവനും അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പത്രത്തിൻ്റെ ഒരു പേജ് മുഴുവൻ, മാതൃഭൂമി പത്രത്തിൻ്റെ, ആ മഹാത്മാവിനെ നിന്ദിക്കാനും ഈ സമ്പ്രദായം തെറ്റാണെന്നും ഈ മതേതരത്വം ഇല്ലാണ്ടാക്കി വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ആരംഗീകരിച്ചാലും ശരി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി, മതേതരവാദിയാവാൻ ഹിന്ദുവിന് മാത്രമേ പറ്റുള്ളൂ. പ്രസവിച്ച് വീണ ഒരു കുട്ടി മതേതരവാദിയാണോ ഹിന്ദു ആണെങ്കിൽ? ഒരു മതത്തിനും മതേതരവാദിയാവാൻ പറ്റില്ല. മതത്തിൽ വിശ്വസിക്കുന്നവൻ മതത്തിന്റെ അടിമയാണ്. ഹിന്ദു ധർമ്മം മതമല്ല, സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അവന് ശാസ്ത്രം അറിയില്ലെങ്കിലും അവൻ മതേതരവാദിയാണ്. അവനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ പൂജാമുറിയിൽ ഒരു ഖുറാൻ വെച്ചാലോ ഒരു ബൈബിൾ വെച്ചാലോ എൻ്റെ മനസ്സ് പതറില്ല. എൻ്റെ പൂജാമുറിയിൽ യേശുവിനെ വെച്ച് ഒരു മാല ചാർത്താൻ എനിക്കൊരു മടിയില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ പൂജാമുറിയിൽ ഭഗവത്ഗീത അവൻ കൊണ്ടുപോയി വെച്ച് പൂജിക്കുവോ? ധൈര്യമുണ്ടോ അവന്? ഒരു ഇസ്ലാമിന് അവന്റെ നിസ്കാര മുറിയിൽ ഒരു ഭഗവത്ഗീതയോ ഒരു യേശുവിന്റെ ഫോട്ടോ വെക്കാനുള്ള ധൈര്യമുണ്ടോ അവർക്ക്? ഇവരാണോ മതേതരത്വം നമ്മളെ പഠിപ്പിക്കുന്നത്? ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇത് അലങ്കാരത്തിനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാ. ഒരു ബസ്സിൽ കയറിയാൽ അറിയാം അത് ആരുടെയാന്ന്. ഒരു ബസ്സിൽ കയറിയാൽ അറിയാം അത് ആരുടെയാന്ന്. ഒരു ഗണപതിയും ഒരു യേശുവും ഒരു പള്ളിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഹിന്ദുവിൻ്റെ ആണെന്ന്. ഉറപ്പിച്ചോളൂ അത് ഹിന്ദുവിൻ്റെ ആണെന്ന്. ഇവിടെ വർഗീയത പറയല്ല, സത്യമാണ് പറയണത്. സത്യം പറയുമ്പോൾ ആരുടെയും മുഖം ചുളിയണ്ട. ചുളിഞ്ഞ ഇവിടെ ഒരു ഇറക്കാടില്ല. അതുകൊണ്ട് മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പൈതൃകത്തെ കളയരുതേ, നമ്മുടെ സമ്പ്രദായത്തെ കളഞ്ഞു കുളിക്കരുതേ. ബലി പറഞ്ഞത് ഭഗവാനെ നേടാൻ വേണ്ടി നിങ്ങൾ എന്തിനെ വേണമെങ്കിലും കളഞ്ഞോളൂ, പക്ഷെ ഭഗവാനെ കളയരുതെന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള തിരുവോണമെങ്കിലും സാംസ്കാരിക നായകന്മാർ പറയുന്നതല്ല നമുക്ക് പ്രമാണം, മന്ത്രിമാർ പറയുന്നതല്ല നമുക്ക് പ്രമാണം. അവർക്ക് ഒരു അല്പം വോട്ട് കിട്ടാൻ വേണ്ടി എന്തിനും എവിടെയും എങ്ങനെയും സംസാരിക്കാൻ അവർ മിടുക്കന്മാരാ. നമുക്ക് നമ്മുടെ പൈതൃകവും നമ്മുടെ ശാസ്ത്രവും ഋഷിമാരുമാണ് നമുക്ക് പ്രമാണം. ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മത്തെ പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെതായ ഭാവവും ശുദ്ധിയും ഉണ്ടാവട്ടെ.